എന്നെ തൊടാക്കൂലല്ലോ, എന്നെ തൊട്ടില്ല. എന്നോട് മിണ്ടണവര് വന്നാ ഞാൻ ഒരു സാധനം തരാം. ഇന്നലെ നീ നമ്മളോട് അടികൂടിയല്ലേ, നമ്മള് മിണ്ടൂല. വാടി ചക്കി നമുക്ക് കളിക്കാം. ഞാൻ പാറുവിന്റെ ഇടം മിണ്ടുമേ, ഞാൻ പോണു. തൊട്ടെ ഇനി എന്നെ തൊടേ. നെല്ലിക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട്. ചോദിക്കായിരുന്നല്ലേ നീയാണ് പറഞ്ഞ അവളെ പാറു. നമ്മളെ നിന്റെ അടുത്ത് മിണ്ടാമേ. നമ്മള് പിന്നെ കളിച്ചോണ്ടിരുന്നോണ്ടാണ് വരാത്ത. നീ ഒരു നെല്ലിക്ക എനിക്കൂടെ തന്നാണ്. കുറച്ചുകൂടി ഇതെങ്ങനെ തിന്നുമ്പോഴാണ് നല്ല രസം. ആണ്ട് ഇങ്ങനെ ഇട്ടാക്കണം. ആണ്ട ചമ്മണ കണ്ട കേട്ടോ, അതില് വെള്ളം കണക്കായോണ്ടാ. എന്നിട്ടാണ്ട് ഇതിങ്ങനെ ശകലം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഒത്തിരി ഉപ്പ് ഇങ്ങനെ തേക്കണം. എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഇല്ല ഒത്തിരി കൂടെ ചമ്മണം. എന്റേതാ? പാറുവിന്റെ മതി. ഇനി പാറു കുറച്ച് ഉപ്പിഞ്ഞെന്നാണ്. ചക്കയ്ക്കാണോ ഉപ്പ്? എന്റെ വീട്ടിൽ ഉപ്പിലിട്ട നെല്ലിക്കയിൽ ഉപ്പ് പിടിച്ച് ഞാൻ നാളെ കൊണ്ടുവരാമേ. ഉപ്പ് കളയില്ലേ? താണ്ടടേ എന്റെ പുതിയ MRFന്റെ ബാറ്റ്. MRFന്റെ ബാറ്റാണ് സച്ചിന്റെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ സച്ചിൻ എപ്പോഴും അടിക്കുമ്പോ 6 വേണം. ഞാൻ വന്ന 6 അടിക്കുള്ളൂ. ഞാൻ എന്നാ ചക്കീനെ വെച്ചിട്ട് വരാം. ഓ വേഗം പോയിട്ട് വാ. ചക്കി എടി ചക്കി ഓടി വേണം, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. വാ. അതൊക്കെ ഉണ്ടാക്കി 2 എണ്ണം ഉണ്ടാക്കി. നീ വേഗം വാ. വൈകിട്ട് എനിക്ക് പാല് മേടിക്കാൻ വേണം. വാ ഇത് പിടിച്ചോ, നേരെ പിടിച്ചോണേ. എടാ മണിക്കൂട്ടാ, നീ ഇതിനെ നേരെ തന്നെ മറ്റേ സ്റ്റമ്പ് വെക്കണേ. എടാ ഡുണ്ടു ഇങ്ങനെ വെച്ചാ മതിയാ. ഡേ സ്റ്റമ്പ് വെച്ചാ ആരും പിന്നെ ഇതില് തട്ടല്ലേ, എങ്കിൽ ഔട്ടാണേ. ഞാനാണ് ബാറ്റ് കൊണ്ടുവന്നത്. അപ്പൊ എനിക്കാണ് നമുക്ക് ബാറ്റിംഗ് ആരൊക്കെ കിട്ടുമെന്ന് ടോസ് ഇട്ട് നോക്കാം. നിന്റെ ചക്കി കുഞ്ഞിന്നത്. ചക്കി ഇതാരക്ക്? ചക്കി ഇതാരക്ക്? ചക്കി ഇതാരക്ക്? ഡുണ്ടുവിന് തേർഡ്, എനിക്ക് സെക്കൻഡ്, ചക്കിക്കാണ് ഫസ്റ്റ്. അപ്പൊ ബാറ്റും കൂടി. അപ്പൊ ഞാനാണ് കീപ്പർ. ചക്കി ചമ്പ് പറയല്ലേ? നീ നില്ലേ ലീസ് വരച്ചില്ല. ഇതൊന്ന് വെളിയിൽ പോയാലും സ്റ്റമ്പിക്കോട്ടല്ലേ നീ ഔട്ടാണേ. മണിക്കൂട്ട അയ്യോ എന്നാടാ മണിക്കൂട്ട അടുത്ത ലെവൽ ഔട്ട് ആക്കണം. മണിക്കൂട്ട എറിയടാ മണിക്കൂട്ട. അടുത്ത ബോളിന് നിന്നെ ഔട്ട് ആക്കൂടി. നമ്മളാണ് മാറിയില്ലേ? അയ്യടാ രണ്ടാമത്തെ ബാറ്റിംഗ് എന്റേതാണ്. ഇങ്ങോട്ടാ. എടി ചക്കി, നീ ഓണത്തിന് എവിടെയൊക്കെ പോയി? ഞാൻ എവിടെയും പോയില്ല. നീയല്ലേ പറഞ്ഞ ഓണത്തിന് നീ വീഗാലാൻഡിൽ പോവോന്ന്? അതെ, എന്റെ അച്ഛന്റെ കയ്യില് നമുക്ക് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്ത് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴേ പൈസ തീർന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞു അടുത്ത വർഷം ഓണത്തിന് നമുക്ക് വീഗാലാൻഡിൽ പോവാന്ന്. നീ എവിടെയൊക്കെ പോയടാ ഡുണ്ടു? എങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോവും. തിരുവോണത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് എന്റെ അച്ഛന്റെ ബോധം പോയാണ്. ഇതുവരെ ബോധമൊന്നും വന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും അപ്പുറത്തെ മുള്ളു അച്ഛൻ കിടന്ന് ആടനേ ഉള്ളൂ. അപ്പൊ നീ എവിടെയും പോയില്ലല്ലേ? നീ എവിടെയൊക്കെ പോയടി പാറു? നമ്മള് മാമന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പൊ അച്ഛൻ മാമന്റെ കൂടെ വഴക്കായോണ്ട് അമ്മ പറഞ്ഞു പോകണ്ടെന്ന്. അങ്ങനെ നമ്മൾ എവിടെയും പോയി. അപ്പൊ നമ്മൾ ആരും എങ്ങും പോയില്ലല്ലേ? അയ്യോ ബെല്ലടിക്കാറായി ചക്കി. എല്ലാരെയും ഓണ അവധിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കൊറേ സ്ഥലത്ത് കറങ്ങാൻ പോയി. നമ്മൾ ഇന്നലെ വൈകിട്ടാണ് വീട്ടിൽ തിരിച്ചു വന്നത്. എന്നാൽ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് ഈ ഓണക്കാല അവധിയിൽ നിങ്ങൾ എവിടെയെല്ലാം പോയി, എന്തെല്ലാം കണ്ടു എന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തി ഒരു അവധിക്കാല അനുഭവം തയ്യാറാക്കുക. ഓ ഇപ്പൊ എഴുതാ സാറേ. എന്റെ അവധിക്കാല അനുഭവം. പെട്ടെന്ന് എഴുതി കാണീര്. നമ്മൾ എന്തിനു എഴുതോടി? എഴുതാൻ നമ്മൾ എവിടെയും പോയില്ലല്ലോ. സാറിനോട് കള്ളവും പറഞ്ഞു പോയെന്ന്. സാറേ ഞാൻ എഴുതി. എന്നാ എഴുതിയത് ഡുണ്ടു വായിര്. എന്റെ അവധിക്കാല അനുഭവം. ഈ ഓണത്തിന് ഞാൻ എന്റെ കൊല്ലത്തുള്ള മാമന്റെ വീട്ടിൽ പോയി.
ഇവനല്ലേടി പറഞ്ഞത് ഇവന്റെ അച്ഛന് ബോധമില്ലാത്തോണ്ട് അവ എങ്ങും പോയില്ലെന്ന്. മാമന്റെ മക്കളോടൊത്ത് അത്തമിട്ടു, സദ്യ കഴിച്ചു, പായസം കുടിച്ചു. അതിനുശേഷം അടുത്തുള്ള മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിലെ കുട്ടികളോടൊപ്പം ഊഞ്ഞാലാടി ഓണക്കളി കളിച്ചു. അപ്പോഴേക്കും മാമിയുടെ കുഞ്ഞമ്മ നമുക്ക് പായസം തന്നു. അതും കുടിച്ചിട്ട് അമ്പലക്കുളത്തിൽ പോയി കുളിച്ചു, മീനെ പിടിച്ചു, ആമ്പൽപ്പൂ പറിച്ചു. അതിനുശേഷം മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ തിരിച്ചെത്തി. പിറ്റേന്ന് രാവിലെ നമ്മൾ നമ്മളുടെ വീട്ടിൽ മടങ്ങിയെത്തി. മിടുക്കൻ ഇരുന്നോ. നീ അല്ലേടാ പറഞ്ഞ നീ എങ്ങും പോയില്ലെന്ന്. എനിക്കറിയായിരുന്നു ഇത് എഴുതിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇത് വീട്ടിനെ പഠിച്ചോണ്ട് വന്ന്. ഇനി ക്രിസ്മസ് അവധിക്കും എഴുതിപ്പിക്കും, വലിയ അവധിക്കും എഴുതിപ്പിക്കും. അപ്പൊ കള്ളാണല്ലേ. എടി ചക്കി, ഞാൻ എന്റെ തമിഴ്നാട്ടിലെ അപ്പച്ചീരെ വീട്ടിൽ പോയെന്ന് എഴുതാൻ കേട്ടോ. ഞാൻ അപ്പൊ വീഗാലാൻഡിൽ പോയെന്നോ. ഞാൻ എന്റെ ഓണം വീഗാലാൻഡിലെ ആകാശമുട്ടണ പമ്പരത്തിൽ കയറി വെള്ളത്തിൽ കളിച്ചു. വലിയ ബക്കറ്റിലെ വെള്ളം എന്റെ തലയിൽ വീണപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചു. കണ്ടാ, ഞാൻ എണ്ണയൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഉണക്കിയ കമ്പാണിത്. ഇല്ലാത്തോണ്ട് 2 ദിവസം കൊണ്ട് ദാസപ്പ സാറിന്റെ അടി ഇട്ടല്ലായിരുന്നു. ദാസാണ് സാർ കൊണ്ടുവരാൻ പറഞ്ഞാൽ നീ അങ്ങ് കൊണ്ടുവന്നേക്കണം. നല്ല ചാവാൻ വേണ്ടിട്ടല്ലേടാ. നീ നല്ലപോലെ അങ്ങ് പഠിച്ചാ മതി, അപ്പൊ അടി കിട്ടൂല. ഈ കമ്പ് വെച്ചൊക്കെ ഒരു അടി കിട്ടിയാല് നല്ല വേദന എടുക്കും. ഇത് കൊണ്ട് കൊടുക്കുമ്പോ സാറിന് എന്നെ നല്ല ഇഷ്ടാവും. പക്ഷെ എനിക്ക് ഈ കമ്പോ ചടി ഇട്ടണമെങ്കിൽ ഞാൻ നിന്റെ ഇനി മിണ്ടൂലുണ്ടു. ഓ തന്നെ. എന്നാലും സാരയില്ലല്ലോ, ഞാൻ ഈ കമ്പ് സാറിന്റെ കൊടുക്കുകയും ചെയ്യും. സാർ എന്നെ നല്ല കുട്ടിയെന്ന് പറയുകയും ചെയ്യും. ദുഷ്ടൻ. സാറേ, പുതിയ കമ്പ് ഞാൻ കൊണ്ടുവന്ന്. നല്ല കമ്പ് കേട്ടോ. ഈ ക്ലാസ്സിൽ ഇനി ആരാണ് കമ്പ് അടിക്കണേ നോക്കട്ടെ. പോയിരിച്ചല്ലേ. ഡുണ്ടുവിന് എന്നെ ഉൾക്കാടനായി. അത് സാറ് സ്നേഹത്തോട് അടിച്ചു. ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്യാത്തവരെ നീ ഒരു ദിവസം നീ ഹോംവർക്ക് ചെയ്തില്ല. നീ നാളെ ചെയ്തോണ്ട് സാറേ. നല്ല വേദന ഉണ്ടാടാ. നീ എന്നെയൊക്കെ ഇട്ട് ഉണക്കി കൊണ്ടുവന്ന കമ്പല്ലേ. ആരെയായിപ്പോ നിനക്ക് അടിയിട്ടു? ഓടി. നീ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരോട് അടിവിടാൻ പോയല്ലേ. ഇനി പിള്ളേരോടെ നീ അടിവിടാൻ പോയി. ഇനി അടിവിടല്ലേ സാറേ, അവരാണ് എന്നെ അടിച്ചത്. ഡുണ്ടു ഒരു കമ്പൗണ്ട് വന്നിട്ട് ആ കമ്പൗണ്ട് അവന് തന്നെ മൊത്തം അടിയും കിട്ടണ്. ഇന്ന് സ്കൂൾ വിടണതിന് മുന്നേ അവനെ അടിച്ചടിച്ച് തന്നെ കമ്പ് ഓടിക്കും. അപ്പൊ അവൻ നാളെ വേറെ കമ്പ് കൊണ്ടുപോയിരിക്കും. ലേഡി ആ പുതിയ കമ്പിട്ട് അടിച്ചപ്പോ നിനക്ക് നല്ലോണം വന്നാടാ. എന്റെ ചന്തിയൊക്കെ അടിച്ചു പൊട്ടിച്ചു സാറ്. ഈ കമ്പടിയമ്മ നീ വേറെ കമ്പൗണ്ട് വരോ? ഇല്ല, ഇനി ഞാൻ കമ്പ് കൊണ്ടുവരൂല. എങ്കിൽ നിനക്ക് കൊള്ളാം. ബെല്ലടിക്കണവരെ ബഹളം വെക്കാതിരുന്നോണം. ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലുണ്ടേ. ഞാൻ ഒരു കമ്പ് കൊണ്ടുവന്നപ്പോ ആദ്യത്തെ അടി എനിക്ക് എന്നെ ഇതിട്ട് തന്നല്ലേ. ഇനി ഈ ക്ലാസ്സിൽ കമ്പ് വേണ്ട. ഓ, പറഞ്ഞു കൊടുക്കല്ലേടി ഞാനാണ് ഒടിച്ചെന്ന്. നമ്മള് പറഞ്ഞില്ലേ കമ്പ് കൊണ്ട് സാറിന് കൊടുക്കല്ലേന്ന്. നീ ഫോട്ടോ കാണാൻ പൈസ കൊണ്ടുവന്നാ? ഇന്നാണ് അവസാന ദിവസം. ഇന്നൂടി പൈസ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ഫോട്ടോ തരും. എന്റെ പൈസ ഇല്ലാത്തോണ്ട് അമ്മ പറഞ്ഞ അടുത്ത വർഷം മേടിക്കാന്ന്. ഈ വർഷം അമ്മക്ക് ഫോട്ടോ മേടിക്കൂല. 10 രൂപ ആയോണ്ടാണ് ഫോട്ടോക്ക്. നമ്മൾ നന്നായിരുന്നല്ലേടാ ഫോട്ടോക്ക്. അമ്മക്കെ ഒരു കാര്യം ചെയ്യാം. നമ്മളെ ക്ലാസ്സിൽ ആരെങ്കിലും മേടിക്കണമെങ്കിൽ അവരെ നോക്കി മേടിച്ചു നോക്കാം. തരോ എന്തോ. നിങ്ങള് ക്ലാസ് ഫോട്ടോ മേടിക്കാനുള്ള 10 രൂപ കൊണ്ടുവന്നാ. ഇന്നാണ് ഫോട്ടോ തരണത്. ഞാൻ കൊണ്ടുവന്നു. നീ 10 രൂപ കൊണ്ടുവന്നാടി ചക്കി. കൊണ്ടുവന്നാടാ ഡുണ്ടു. 2 ദിവസത്തോടെ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കൊണ്ടുവന്നിരുന്നു. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നില്ലേ? അയ്യോ, അപ്പൊ എനിക്ക് മാത്രമേ ക്ലാസ്സിൽ ഫോട്ടോ കിട്ടുള്ളൂ അല്ലേ? എടി പാറു, ഒത്തി ഫോട്ടോ കിട്ടുമ്പോഴേ നമ്മളെ കൂടെ ഒത്തി കാണിച്ചു തരുമോടി ഫോട്ടോ? ഓ, ഫോട്ടോ കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാമേ. ഫോട്ടോയിൽ നമ്മള് നല്ലതായിരുന്നല്ലേ. അന്ന് മണിക്കൂട്ട മാത്രം വന്നില്ല. ഈ ക്ലാസ്സിൽ പാറു അല്ലേ രാവിലെ ഫോട്ടോയ്ക്ക് 10 രൂപ കൊണ്ടുവന്നത്? ഓ സാറേ, ഫോട്ടോ വേറെ ആരും പൈസ കൊണ്ടുവന്നില്ലല്ലോ. നിങ്ങൾ ഫോട്ടോന്റെ അകത്ത് തൊടല് അഴുക്ക് പറ്റും. ഫോട്ടോ എപ്പോഴും നമ്മൾ ഇങ്ങനെ കാണിക്കാവോ? ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. കണ്ട തൊടലും മതി കണ്ടത്. എടി പാറു, ഞാൻ കണ്ടില്ലടി, എന്നെ ഒത്തി കാണിച്ചാടി. ഞാൻ കാണിച്ചു തരല്ലേ. തൊടല് അങ്ങനെ ദൂരോട്ട് ഇന്ന് നോക്കിയാ മതി. നീ അല്ലേ നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞേ. ഞാൻ കാണിച്ചു തരല്ലേ. നമുക്ക് കാണാൻ പറ്റണില്ല. അതെങ്ങനെയല്ലേ വെച്ചത്? ആ ചക്കിയും കൊള്ളാം, ഞാനും കൊള്ളാം അല്ലേ? ഞാനും കൊള്ളാം. തൊടല് ഒത്തിക്കൂടെ ഞാൻ ചരിച്ചു വെച്ചാണ് പാറു. നോക്കിയാണ്ടാ പാർവതി കണ്ണടച്ചിരിക്കണ്. ദാണ്ടേ ഇവ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ്. ആ മതി മതി, നിങ്ങൾ കണ്ടത് മതി. ഇത് ഞാൻ കണ്ടിട്ട് ഞാൻ കൊള്ളാൻ പോകുന്നു. ചിരിച്ചോണ്ടിരിക്കണ്. സാറിന്റെ അടുത്ത് ഞാൻ തന്നെയല്ലേ ഇരിക്കണത്. എടി പാറു, നമ്മൾ ഒത്തിക്കൂടെ നോക്കട്ടെ. വേണ്ട, ഇനി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തുറക്കോളൂ. മതി കണ്ടോ. അടുത്ത വർഷം നമ്മൾ പൈസ കൊണ്ടുവന്ന് ഫോട്ടോ അടിക്കോടി. ഓ വേടി. എന്നിട്ട് നിനക്ക് കാണിച്ചു തരൂല.
ബെല്ലടിക്കുന്നതിന് മുന്നേ സ്കൂളിലെത്തി. നിങ്ങളറിഞ്ഞ ദാസപ്പ സാറിന് പനി, അതുകൊണ്ട് സാറിന് വരൂല. എന്തിനാണ് ചക്കിനെ ഓടിയത്? നിന്നെ വല്ല പട്ടി അങ്ങനെ ഓടിച്ചാ? പട്ടി ഓട്ടിച്ചൊന്നുമില്ല. ഇന്നലെ എന്റെ ചേച്ചിയുടെ സ്കൂളിലെ പിള്ളേരുണ്ടല്ലോ ഓജോ ബോർഡ് വെച്ച് പ്രേതത്തിനെ വിളിച്ചു വരുത്തി. അതെന്തരടി? ഓജോ ബോർഡ് ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് രാത്രി 12 മണിയായപ്പോ നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് പ്രേതത്തിനെ വിളിച്ചു വരുത്തി. ഓടി കള്ളി കള്ളം പറയാതാ. കള്ളമല്ല, സത്യമാണ്. നമ്മൾ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറഞ്ഞപ്പോ ആദ്യം ഒരു മെഴുകുതിരിയാണെന്ന്, പിന്നെ ഭയങ്കര കാറ്റായിരുന്നു. അപ്പൊ ഒരു പ്രേതം വന്ന്, അപ്പൊ നമ്മൾ വീണ്ടും ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറഞ്ഞു. അപ്പൊ പൈസ അനങ്ങി. മതി മതി മതി, ഇതൊക്കെ ചുമ്മയാണ്. ചക്കി നോണ പറയുന്നതാണ്. പോടി. എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കൂലെന്ന്, അതുകൊണ്ട് ഞാൻ ഓജോ ബോർഡ് കൊണ്ടുവന്നു. ഇപ്പൊ നമുക്ക് പ്രേതത്തിനെ വിളിച്ചു വരുത്താം. കണ്ട നോക്കാലോ. എങ്കിൽ പിന്നെ നമുക്ക് ഇപ്പൊ പ്രേതത്തിനെ വിളിച്ചു വരുത്താം. അപ്പൊ അറിയാലോ സത്യമാണോ അല്ലേന്ന്. കണ്ട, ഇതാണ് ഓജോ ബോർഡ്. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ പൈസ എത്ര മെഴുകുതിരിയില്ല, അത് കുഴപ്പമില്ല. അണ്ട ഇപ്പൊ വെട്ടമുണ്ടല്ലോ, പ്രേതത്തിന്റെ കണ്ണ് കാണാം. ഇങ്ങനെ വെക്കണം. ചക്കി വിളിക്കണോടി, എനിക്ക് പേടിയാവണു. പാറു നീ പേടിക്കണ്ട, എന്റെ കൈ പിടിച്ചോ. ഇവിടെ ചരട് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ അടുത്ത് പ്രായം വരൂല. നീ പേടി ചക്കി. പൈസ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എല്ലാരും ഞാൻ പറയണക്ക് പറയണം. പ്രേതത്തിന് മലയാളം അറിഞ്ഞൂടെ, ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ. പിന്നെ നമ്മക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. നമ്മക്ക് അറിഞ്ഞൂടെങ്കിൽ പാറുവിന് ഇംഗ്ലീഷ് അറിയാലോ. പ്രേതം പറയുമ്പോ നീ ചോദിക്കണേടി, പേടിക്കല്ലേ. അതൊക്കെ ചോദിക്കാനുള്ള ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം. നിങ്ങൾ കണ്ണടച്ച് ഞാൻ പറയണക്ക് പറയണം. തൊടനെ കണ്ണടച്ചോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഹായ്. അപ്പൊ ഇന്ന് കണ്ടന്റ് വീഡിയോ അല്ല, നമ്മളെല്ലാരും വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും കാണാൻ ഭയങ്കര മഴക്കോളും. പിന്നെ ഈ നമ്മളെ ആറ്റിങ്ങയില്ലേ, അവിടെ ഇപ്പൊ ഓണപരിപാടി നടക്കണോണ്ട് വൺഡേ ആക്കിയേക്കണം. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബഹളം ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റൂല. അതുകൊണ്ട് ഇപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ച് ഇന്ന് നമ്മളോ നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാന്ന്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ എപ്പോഴാണ് വീഡിയോ എടുക്കണേന്ന്. ഇവരെ വൈകുന്നേരമാണ് വീഡിയോ എടുക്കണം. ഇവർ സ്കൂൾ വിട്ട് വന്നിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ ഞാൻ കോളേജ് വിട്ട് വരുമ്പോഴത്തേക്ക് ഞാനും ഓടിപ്പോയി റെഡി ആയിട്ട് വന്ന് വീഡിയോ എടുത്ത് അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യും, എന്നിട്ട് പോയി ചോറ് കഴിക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മളെ വീഡിയോയില് ഇങ്ങനെ ചെറിയ അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഇനി നമ്മൾ സ്കൂൾ വീഡിയോ ചെയ്യണോ, അതെ നമ്മൾ മുമ്പ് പണ്ട് നമ്മൾ ചെയ്തോണ്ടിരുന്ന അങ്ങനത്തെ വീഡിയോ വേണോന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അപ്പോഴേ നമുക്ക് അറിയാവൂ എന്തിട്ട ഏതിടണോ എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷനാണ്, അതിടണോ ഇതിടണോ യാതിട്ട ഓടോ ഒന്നും അറിയാനും വയ്യ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ. എല്ലാരും ചക്കിര മാർക്ക് ചോദിച്ചായിരുന്നു. ചക്കയ്ക്ക് എല്ലാ പേപ്പറും കിട്ടി. 2 സബ്ജക്റ്റിന് വെച്ച് ചക്കയ്ക്ക് ബാക്കി എല്ലാത്തിനും ഫുൾ മാർക്കുണ്ട്. അതിനൊക്കെ മാർക്ക് പറഞ്ഞു. മാത്സിന് ബിയും BSന് സിയും. ഇത് 3 ആഴ്ച ഒരു പ്രത്യേക കാര്യം കൊണ്ട് 3 ആഴ്ച ആർക്കും സ്കൂളിൽ പോകാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോ മാർക്ക് കുറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവർക്ക് എപ്പോഴും ഫുൾ മാർക്കാണ് എല്ലാത്തിനും. പിന്നെ ഇവന്മാർക്ക് മാർക്ക് കുറഞ്ഞ ഒരു കാര്യം കൊണ്ട്. പക്ഷെ അതിന് പിന്നെ വലിയ ഇതൊന്നുമില്ല, കാര്യം പഠിക്കൂല. രണ്ടുപേരും പഠിക്കൂല. ഇവന് നല്ല ബുദ്ധിയും എല്ലാം ഉണ്ട്, പക്ഷെ അവന് വയ്യ. പിന്നെ ഇവനാണെങ്കിൽ പണ്ടേ ഇല്ലാത്തൊരു കാര്യമാണ് ബുദ്ധി. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമുക്ക് 2 വീടുണ്ടാവും, ഒരു വീടേ ഉള്ള. നമ്മൾ എത്ര പേരുണ്ട്? നമ്മൾ മൊത്തം 10 പേരുണ്ട്. പിന്നെ 2 വീടുണ്ട് നമുക്ക്. ഒരു പെരയിടത്തിൽ തന്നെ 2 വീട്, അടുത്തടുത്താണ് വീടിരിക്കുന്നത്. പിന്നെ ആദ്യ വീട്ടിലാണ് ആദ്യം ഉറക്കം എണീക്കുന്നത്, ആ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കൊച്ചുങ്ങള് മൊത്തത്തിൽ 5 പേര്, പിന്നെ വലിയൊരു 5 പേര്, അങ്ങനെ 10 പേരുണ്ട്. ഇതിൽ എനിക്ക് മാത്രമാണ് ഒരു സംശയം ഇല്ലാത്തത് ഏത് വീട്ടിൽ നിൽക്കണം എന്നുള്ള കാര്യം. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഉറക്കം എണീക്കുന്നത്. അപ്പൊ ആളെനക്കുള്ള വീട് ഏതാണ്, ഞാൻ അങ്ങോട്ടോട്ട് ചെന്ന് അന്ന് അവിടെ തന്നെ. പിന്നെ നമ്മളെ വീട്ടിൽ ആരെന്തേലും പറഞ്ഞാലും പെട്ടെന്ന് കരയണത് ഈ കുഞ്ഞൂട്ടനാണ്. എപ്പോഴും കരയുന്നു. ഇപ്പൊ കരയില്ല, ഇന്നലെ കൂടെ കരയതേ ഉള്ളൂ. പിന്നെ ഈ വീട്ടിലെ സകലരെയും കള്ളത്തിനെ കണ്ടുപിടിക്കണം ഞാനാണ്. കാര്യം എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു അഡ്വക്കേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനുള്ള പ്രയത്നത്തിലാണ് ഞാൻ. പിന്നെ ഇവിടെ ആരെന്തേലും പറഞ്ഞാലും മോന്തിയെ വലിച്ചിറക്കി അടി ഉണ്ടാക്കാൻ നിൽക്കുന്നതാണ് ഇവൻ. അപ്പോഴത്തേക്ക് ഇവള് പറയും അനിയൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നാണ്. അപ്പോഴേ അനിയൻ അങ്ങോട്ട് സ്ഥലത്ത് മിണ്ടാതെ പൂച്ച കണക്കാക്കി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഒരാളെ കുറവുണ്ടല്ലോ എന്ന്. നന്നായി ട്യൂഷൻ വഹിക്കണം. അവന് രാവിലെയും ട്യൂഷൻ ഉണ്ട്, വൈകുന്നേരവും ട്യൂഷൻ ഉണ്ട്. കാര്യം ഒരു ഭാഗം പഠിക്കൂല. സഖി മുട്ടി സ്കൂളിലെ ടീച്ചർമാരൊക്കെയാണ് അവന്റെ നോട്ട്ബുക്കിലുള്ളതെല്ലാം എഴുതി കൊടുക്കുന്നത്. ഒരു ഭാഗം എഴുതി. എന്നിട്ട് ടീച്ചർമാരെന്നും വിളിച്ചറിയാം അശ്വനന്ദ ഒരു ഭാഗം പഠിക്കാനില്ല, ഒരു ഭാഗം പഠിക്കേണ്ടെന്ന്. വീട്ടിൽ വന്ന് ഹോംവർക്ക് എഴുതാൻ പറയുമ്പോൾ 10 നോട്ട്ബുക്ക് എടുത്ത് 10 വരെ കൊണ്ട് കൊടുക്കും. ഹോംവർക്ക് തീരുമല്ലോ, 10 വരെ പിന്നെ തീരാത്ത ഹോംവർക്ക് ഉണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാമേ. അപ്പൊ ഇന്ന് ഇത്ര വിളിച്ചാറ്റാ. ബൈ ബൈ, സീ യു.